റാണി സേതു ലക്ഷ്മിഭായ് തിരുവിതാംകൂറിലെ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി സേതു ലക്ഷ്മിഭായ്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചതാരാണ്? റാണി സേതു ലക്ഷ്മിഭായിയാണ്. തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് റാണി സേതു ലക്ഷ്മിഭായിയാണ്. അതുപോലെ തന്നെ ബഹുഭാര്യത്വം അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മിഭായിയാണ്. ബഹുഭാര്യത്വം അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മിഭായിയാണ്. അതുപോലെ തന്നെ മരുമക്കത്തായം എന്ന സമ്പ്രദായം നിരോധിച്ചിട്ട് പകരം മക്കത്തായം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? റാണി സേതു ലക്ഷ്മിഭായിയാണ്. അതുപോലെ തന്നെ റാണി സേതു ലക്ഷ്മിഭായിയാണ്. റാണി സേതു ലക്ഷ്മിഭായ് പാലം ഏതാണെന്ന് അറിയാമോ? നീണ്ടകര പാലമാണ്. നീണ്ടകര പാലമാണ് സേതു ലക്ഷ്മിഭായ് പാലം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നതാണ്. കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. അതുപോലെ കൂടിയാട്ടം നടക്കുന്നത് എവിടെയാണ്? കൂത്തമ്പലത്തിലാണ് കൂടിയാട്ടം നടക്കുന്നത് കേട്ടോ. അതുപോലെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കേരളീയ കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. ഏതാണ്? കൂടിയാട്ടമാണ്.